ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ തീവ്ര ഹിന്ദുത്വവാദികൾ നടത്തുന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഒഡീഷയിൽ 10,000-കണക്കിന് ക്രൈസ്തവർ അണിനിരന്ന റാലി. കത്തോലിക്ക മെത്രാന്മാരുടെ നേതൃത്വത്തിൽ 20-ലധികം ക്രൈസ്തവ വിഭാഗങ്ങളിലെ 10,000-ഓളം വിശ്വാസികളാണ് കിഴക്കൻ ഒഡീഷയിലെ റൂർക്കേലയിൽ പ്രധാന തെരുവുകളിലൂടെ മാർച്ച് നടത്തിയത്. ഒഡീഷയിലും ഇന്ത്യയിലുടനീളവും തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലായിരുന്നു സംയുക്ത ക്രൈസ്തവ മാർച്ച്. ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ജൂലൈ 25-ന് 2 കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള ആൾക്കൂട്ട വിചാരണയ്ക്ക് പിന്നാലെ പോലീസ് കസ്റ്റഡിയിലെടുത്തതടക്കം സമീപകാലത്ത് രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ അരങ്ങേറുന്ന പീഡനങ്ങളുടെ പശ്ചാത്തലവും കൂടി കണക്കിലെടുത്താണ് റാലി നടത്തിയത്. വൈദികർ, പാസ്റ്റർമാർ, കന്യാസ്ത്രീകൾ, വിശ്വാസികൾ എന്നിവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒഡീഷയിലും ഇന്ത്യയിലുടനീളം വർദ്ധിക്കുകയാണെന്ന് റൂർക്കേല രൂപത ബിഷപ്പ് കിഷോർ കുമാർ കുജൂർ പറഞ്ഞു. ആക്രമണങ്ങളുടെ ഭയാനകമായ വർധനവ് ക്രൈസ്തവരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റൂർക്കേലയിൽ നടന്ന റാലിക്ക് ശേഷം ബിഷപ്പും 20 ക്രൈസ്തവ നേതാക്കളും ജില്ലാ ഭരണകൂടത്തിലെ ദീന ദസ്തഗീറിന് മെമ്മോറാണ്ടം സമർപ്പിച്ചു. ക്രൈസ്തവർ നേരിടുന്ന വിവിധങ്ങളായ ആശങ്ക ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായിരുന്നു ഇത്. ജില്ലാ ആസ്ഥാനമായ സുന്ദർഗന്ദിലും ക്രൈസ്തവർ റാലി നടത്തിയിരുന്നു. റാലിയിൽ പങ്കെടുത്തവർ ജില്ലാ കളക്ടർ സുഭാഷ് ശങ്കർ മൊഹപത്രയ്ക്കും സമാനമായ നിവേദനം സമർപ്പിച്ചു. ഒഡീഷയിലും അയൽ സംസ്ഥാനങ്ങളായ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സാമൂഹികമായി പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന ദളിത്, ആദിവാസി ക്രൈസ്തവരെ ആക്രമിക്കുന്നുണ്ടെന്ന് സുന്ദർഗഡിൽ നടന്ന റാലിക്ക് നേതൃത്വം നൽകിയ പ്രൊട്ടസ്റ്റന്റ് നേതാക്കളായ പ്രതാപ് പ്രധാനും ജോൺ ലക്രയും പറഞ്ഞു.